കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിച്ചതിനെ തുടർന്ന് യുവതി ജീവനൊടുക്കി. നാലടുത്തടക്കം സ്വദേശി ജസീലയാണ് മരിച്ചത്. സ്വർണം മോഷ്ടിച്ചെന്ന വ്യാജ ആരോപണത്തെ തുടർന്നുള്ള മാനസിക പീഡനത്തിൽ മനം നൊന്താണ് ജസീല ആത്മഹത്യ ചെയ്തെന്നാണ് കുടുംബത്തിന്റെ പരാതി. അയൽവാസികളിൽ നിന്നും പോലീസിൽ നിന്നും ജസീല മാനസിക പീഡനം നേരിട്ടെന്ന് കുടുംബം ആരോപിച്ചു. സ്വർണം മോഷ്ടിച്ചെന്ന ആരോപണത്തിൽ ആദൂർ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ജസീലയ്ക്കെതിരെ തെളിവുകളില്ലാത്തതിനാൽ വിട്ടയക്കുകയായിരുന്നു. താൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് 24-കാരിയായ ജസീല വിഷം കഴിച്ചത്. കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജസീല അയച്ച വീഡിയോ സന്ദേശം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. യുവതിയെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും മാനസികമായി പീഡിപ്പിച്ച വ്യക്തികളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാക് വ്യോമാക്രമണം. റംദാൻ ആരംഭിച്ചതിന് പിന്നാലെ അതിർത്തി കടന്ന് നടത്തിയ ആക്രമണത്തിൽ 30-ലധികം പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. പക്തിക, നംഗാർ പ്രവിശ്യകളിലെ ജനവാസ കേന്ദ്രങ്ങളിലും അതിർത്തിയിലെ പാക് താലിബാൻ കേന്ദ്രങ്ങളിലുമായിരുന്നു ആക്രമണം. 3 ആക്രമണങ്ങൾ നടത്തിയതായി പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്തോല തറാറ സ്ഥിരീകരിച്ചു. പാക് ആക്രമണത്തെ താലിബാൻ അപലപിച്ചു. നിരപരാധികൾക്ക് നേരെ നടന്ന ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും താലിബാൻ സർക്കാർ അറിയിച്ചു. ഇസ്ലാമാബാദിൽ നടന്ന ചാവേർ ആക്രമണത്തിന് തിരിച്ചടിയായാണ് പാകിസ്ഥാന്റെ ആക്രമണം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. റംദാൻ ആരംഭിച്ചതിന് പിന്നാലെ അതിർത്തി കടന്ന് നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിൽ 30-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണെന്നതിലാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ പാകിസ്ഥാനാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്തിക, നംഗാർ പ്രവിശ്യകളിലെ ജനവാസ കേന്ദ്രങ്ങളിലും അതിർത്തിയിലെ പാക് താലിബാൻ കേന്ദ്രങ്ങളിലുമായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നത്. 3 ആക്രമണങ്ങൾ നടത്തിയതായി പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്തൗല തറാർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പാക് ആക്രമണത്തെ എന്തായാലും താലിബാൻ അപലപിച്ചു. നിരപരാധികൾക്ക് നേരെ നടന്ന ആക്രമണം അംഗീകരിക്കാനാകില്ല എന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും താലിബാൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ ആക്രമിക്കപ്പെട്ട ആളുകളിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. ഈ ഒരു നിരപരാധികൾക്ക് നേരെ നടന്ന ആക്രമണം അംഗീകരിക്കില്ല എന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ താലിബാൻ സർക്കാർ അറിയിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ചാവേർ ആക്രമണത്തിന് തിരിച്ചടിയായാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് താലിബാൻ സർക്കാർ അറിയിക്കുന്നത്. എന്തായാലും 30-ലധികം പേർ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. റംദാൻ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അതിർത്തി കടന്ന് ഇത്തരത്തിലൊരു പാകിസ്ഥാൻ ഈ ഒരു ആക്രമണം നടത്തിയത്. 30-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും പാക് താലിബാൻ കേന്ദ്രങ്ങളിലായിരുന്നു പാകിസ്ഥാൻ പ്രധാനമായും ആക്രമണം നടത്തിയത്. 3 ആക്രമണം നടത്തിയതായി പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്തൗല തറാർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പാക് ആക്രമണത്തെ താലിബാൻ അപലപിച്ചിട്ടുമുണ്ട്. എന്തായാലും നിരപരാധികൾക്ക് നേരെ നടന്ന ആക്രമണം അംഗീകരിക്കാനാകില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നുമാണ് താലിബാൻ സർക്കാർ അറിയിക്കുന്നത്.